ഹായ് ഡിയർ ചിൽഡ്രൻ, നമുക്ക് പുതിയൊരു ചാപ്റ്ററായിട്ട് വീണ്ടും നിങ്ങളെ ബോർഡ് എക്സാമിനേഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഏത് ചാപ്റ്ററാണ്? പോളിനോമിയൽസ് അല്ലേ? പോളിനോമിയൽസ് നിന്നാണ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കാനുണ്ടാവില്ല. അത്രയും സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ വർത്തായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സീറോസ് ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് വൈ ഈക്വൽ ടു 7y² മൈനസ് 11y/3 മൈനസ് 2/3. നമുക്ക് ആദ്യം ഇതിന് പി ഓഫ് വൈ, ശരിക്കും പറയാൻ സീറോസ് ഓഫ് ദി പോളിനോമിയൽ കണ്ടുപിടിക്കണമെങ്കിൽ പി ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം. 3 ആണല്ലോ. LC കൊടുക്കുന്ന സമയത്ത് 21y² മൈനസ് 11y മൈനസ് 2/3 എന്നിങ്ങനെ എഴുതാം. അപ്പോൾ 1/3 കോൺസ്റ്റന്റ് അവിടെ നിൽക്കട്ടെ. മുകളിൽ നമുക്ക് അത് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്ര വരും? 21y² മൈനസ് 11. ഫാക്ടറൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഒന്ന് പറയൂ. 7y + 1 ഇൻറ്റു 21 വരാം. അപ്പോൾ 3y മൈനസ് 2. രണ്ട് നമ്പേഴ്സ് വിചാരിക്കണം അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്താൽ മതി. 21 മൈനസ്, അപ്പോൾ 7y + 1 ഇൻറ്റു 3y മൈനസ് 2 നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഫാക്ടറൈസ് ചെയ്യാൻ. ബൈ 3. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് പി ഓഫ് വൈ. ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. 0 എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 7y + 1 ഈക്വൽ ടു 0 വരും. ഓർ 3y മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ 7y ഈക്വൽ ടു -1, y ഈക്വൽ ടു -1/7, 3y ഈക്വൽ ടു 2 അല്ലെങ്കിൽ y ഈക്വൽ ടു 2/3. അപ്പോൾ രണ്ടെണ്ണം സീറോസ്, -1/7 2/3. ഓപ്ഷൻ 4 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഇത്രയുള്ള സംഭവം. 0 കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. പി ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ സീറോസ് ഓഫ് ദി പോളിനോമിയൽ x² മൈനസ് 3√2x പ്ലസ് 4r എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്കത് പി ഓഫ് എക്സ് ഈക്വൽ x² മൈനസ് 3√2x പ്ലസ് 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ വേണമെങ്കിൽ x² മൈനസ് 2√2x മൈനസ് 2√2 എന്ന് എഴുതാം. മൈനസ് √2 അല്ലേ? 2√2 മൈനസ് 2√2 മൈനസ് √2 ആണ് -3√2 x പ്ലസ് 4. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ ആക്കാം, ഇതേപോലെ ആക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കോൺഫാക്ടേഴ്സ് ഔട്ട്സൈഡ് എടുത്ത് നോക്കാം. നിങ്ങൾ കിട്ടും നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എക്സ് ഔട്ട്സൈഡ് എടുക്കാൻ വേണമെങ്കിൽ x ഇൻറ്റു x മൈനസ് 2√2 എന്ന് എടുക്കാം. x ഇൻറ്റു x മൈനസ് 2√2. അടുത്ത ഈ രണ്ട് ടേമിൽ നിന്ന് ആരെ നമുക്ക് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം? -√2 കോൺഫാക്ട് എടുക്കാം. അപ്പൊ x എന്ന് വരും. പ്ലസ് ചെയ്ത് മൈനസ് പോയാൽ മൈനസ് ആണ്. 4 നിന്ന് റൂട്ട് പോയാൽ 4√2ന്റെ പ്രോഡക്റ്റ് ആണ് 4. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 2√2 ശരിയല്ലേ? -√2 ഇൻറ്റു 2√2 4 ആണ്. കണ്ടോ? ഇത് 0 ആയാൽ മതി. ഇത് 0 ആവണം. സീറോസ് ഓഫ് ദി പോളിനോമിയലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് 0 വരണം. അപ്പോൾ ഇത് 0 വരണം. അപ്പം ഇവിടെ നമുക്കൊരു പണി ചെയ്യാം. ഇവിടെ നിന്ന് കോൺഫാക്ടർ വരാണെന്നൊക്കെ വീണ്ടും കോൺഫാക്ടർ കിട്ടും. ഇതും കോൺഫാക്ടർ ആണ്. എക്സ് മൈനസ് 2√2 പുറത്തേക്ക് എടുത്താൽ ഇൻറ്റു ഇവിടെ എക്സും വരും, എക്സ് മൈനസ് √2 എന്ന് വരും. കണ്ടോ? ദിസ് ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എക്സ് കിട്ടും. എക്സ് എത്ര വരും? എക്സ് മൈനസ് 2√2 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് √2 ഈക്വൽ ടു 0. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 2√2 വരും, അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ എത്ര വരും? √2 വരും. 2√2ഉം √2ഉം വരും. ദിസ് ഇസ് ദി ആൻസർ. 2√2ഉം √2ഉം വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 2x സ്ക്വയർ മൈനസ് 3x 2x സ്ക്വയർ മൈനസ് ഇതും ഒക്കെ അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 9. ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ കോൺഫാക്ടർ കിട്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? 2x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3x മൈനസ് 9 എന്ന് വിചാരിക്കാം. രണ്ട് നമ്പേഴ്സ് വിചാരിക്കാം. ആ രണ്ട് നമ്പേഴ്സിന്റെ സം നെഗറ്റീവ് 3x ആണ്. മൈനസ് 6x പ്ലസ് 3x ഓക്കെ മൈനസ് 3x ആണ്. അതിന്റെ മെത്തേഡ്. അപ്പൊ ഇനി ഇവിടെ നമുക്ക് കോൺഫാക്ടേഴ്സ് നോക്കാം. 2x കോൺഫാക്ടർ ആണ്. അപ്പൊ എക്സ് മൈനസ് 3 എന്ന് എഴുതാം. ഇവിടെ 3 കോൺഫാക്ടർ ആണ്. എക്സ് മൈനസ് 3 എന്ന് എഴുതാം. എക്സ് മൈനസ് 3 വീണ്ടും കോൺഫാക്ടർ ആണ്. 2x പ്ലസ് 3 എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. 0 കാണുമ്പോൾ അങ്ങനെയാണ്. എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 വരുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3 വരും ഒരു കേസ്. 2x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 2x മൈനസ് 3 വരും. എക്സ് ഈക്വൽ ടു മൈനസ് 3/2 വരും മറ്റൊരു കേസ്. 3യും മൈനസ് 3/2 വരും. 3യും മൈനസ് 3/2 വരും. 3യും മൈനസ് 3/2 വരും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസർഷൻ റീസൺ ടൈപ്പ് ആണ് കേട്ടോ. അസർഷൻ ഡിഗ്രി ഓഫ് എ സീറോ പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി ഓഫ് എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഈസ് 0. ഓപ്ഷൻസ് നോക്കാം. ബോത്ത് അസർഷൻ എ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതൊക്കെ അറിയാലോ. Both assertion A and reason are true, but R is not the correct explanation of A. Assertion A is true. Assertion reason R is also is false. Assertion A is false, but reason R is true. ഇങ്ങനെയാണത് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താ നോക്കിയ നോക്ക്. ഡിഗ്രി ഓഫ് എ സീറോ പോളിനോമിയൽ is not defined. Degree of a zero polynomial is not defined. Degree of a non-zero constant polynomial is 0. ഏതായിരിക്കും ആൻസർ വരിക? അസർഷൻ എ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട്. രണ്ട് ശരിയാണ്. ഡിഗ്രി ഓഫ് എ സീറോ പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ് കറക്റ്റ് ആണ്. ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഈസ് 0. രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ ഇത് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഡിഗ്രി ഓഫ് എ നോൺ സീറോ അത് ഓർത്തിരിക്കണോട്ടാ. NCERT ബുക്കിലുള്ളതാണ്. ഡിഗ്രി ഓഫ് എ നോൺ സീറോ പോളിനോമിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ദ ഡിഗ്രി ഓഫ് എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഈസ് 0. പഠിച്ചു വെച്ചോളൂട്ടോ. പക്ഷെ അത് ഇതിന് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു കണക്ഷനും ഇല്ല അത് തമ്മിൽ. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ ആ രണ്ട് ഫണ്ടമെന്റൽസ് ഇട്ടൊന്ന് ഓർത്തിരിക്കണം. അടുത്ത നോക്കാം. The zeros of the polynomial 3x square minus 11x minus 4. ഇതാണ് ക്വസ്റ്റ്യൻ. 3x square minus 11x minus 4. അപ്പോൾ ഇവിടെ നമുക്ക് P of x is equal to എടുക്കാം. P of x is equal to 3x square 3 into 4. 3 into 4 കിട്ടാവുന്നില്ല. അപ്പോൾ 12x. രണ്ട് നമ്പേഴ്സ് വിചാരിക്കുക. 3 into 4 കിട്ടണം. മൈനസ് എക്സ് എന്ന് എഴുതാം. മൈനസ് 4 എന്ന് എഴുതാം. എന്നാലേ കോൺഫാക്ടർ കിട്ടുള്ളൂ. ഇവിടെ നമുക്കിപ്പോ ആരാ കോൺഫാക്ടർ? 3 അല്ലേ? 3x കോൺഫാക്ടർ ആണ്. എക്സ് പ്ലസ് 4 എന്ന് എഴുതാം. മൈനസ് ഓഫ് എക്സ് പ്ലസ് 4 എന്ന് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് 4 ഇൻറ്റു 3x ഇൻറ്റു എക്സ് പ്ലസ് 4 വീണ്ടും കോൺഫാക്ടർ ആണ്. അപ്പോ എക്സ് പ്ലസ് 4 വീണ്ടും എക്സ് പ്ലസ് 4 ഔട്ട് സൈഡ് എടുക്കാം. ഇൻ ബ്രാക്കറ്റ് 3x മൈനസ് 1 എന്ന് എഴുതാം. ഇവിടുന്ന് എക്സ് പ്ലസ് 4 3x ആണ്. ഇവിടുന്ന് പോയാൽ 1 വരും. അപ്പോ 0 കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0 കൊടുക്കുക. 3x മൈനസ് 1 ഈക്വൽ ടു 0 കൊടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 4, 3x ഈസ് ഈക്വൽ ടു 1, എക്സ് ഈസ് ഈക്വൽ ടു 1/3. നെഗറ്റീവ് 4ഉം 1/3. നെഗറ്റീവ് 4ഉം 1/3 ആണ് ആൻസർ ആയിട്ട് വരിക. നെഗറ്റീവ് 4ഉം 1/3. നെഗറ്റീവ് 4ഉം 1/3. ഓപ്ഷൻ 3 is the answer.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ബോർഡ് എക്സാമിനേഷൻ ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവും കേട്ടോ. അടുത്ത വീണ്ടും സീറോസ് ഓഫ് ദി പോളിനോമിയൽ. ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫാക്ടറൈസ് ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് വിചാരിക്കാം, സം 4ഉം പ്രോഡക്റ്റ്. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് എഴുതാം. എക്സ് പ്ലസ് 3 ശരിയല്ലേ? എക്സ് സ്ക്വയർ 1x പ്ലസ് 3x 4x 1 ഇൻറ്റു 3. ഓക്കെ, കറക്റ്റ്. ഇപ്പോൾ സീറോസ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് പ്ലസ് 1 0 കൊടുക്കണം, എക്സ് പ്ലസ് 3 0 കൊടുക്കണം, എക്സ് ഈക്വൽ ടു -1 എന്ന് കൊടുക്കുക, എക്സ് ഈക്വൽ ടു -3, -1 -3. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a quadratic polynomial with zeros 3/5 and 0? ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ എയും ബിയുമാണ് സീറോസ് എങ്കിൽ കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ റിസൾട്ട്. അവിടെ നേരെ റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. സീറോ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇക്വേഷൻ തന്നിട്ട് സീറോ കാണാനുള്ളത്, സീറോസ് ഓഫ് ദി പോളിനോമിയൽ കാണാനാണ് പറഞ്ഞത്. ഇവിടെ സീറോസ് ഓഫ് ദി പോളിനോമിയൽ തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഇക്വേഷൻ നമുക്ക് കാണണം. അപ്പം അതിന് നമുക്ക് എയും ബിയുമാണ് സീറോസ് എങ്കിൽ കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ്. അതാണ് റൂൾ. അപ്പം ഇവിടെ നമുക്ക് വരുമ്പോൾ അത് എക്സ് മൈനസ് 5/3 ഇൻറ്റു എക്സ് മൈനസ് 0. അപ്പോൾ നമുക്കത് 3x മൈനസ് 5/3 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അപ്പോൾ മൾട്ടിപ്ലൈ ആയാലും 3x സ്ക്വയർ മൈനസ് 5x/3 ഇതാണ് ശരിക്കുള്ളത്. അപ്പൊ ഇതിന് തുല്യമായിട്ട് വരുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ആയി. ഏതാണ് ഓപ്ഷൻ വരിക? അപ്പോ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ വരാം. 3xും വരാം, 3x മൈനസ് 5 വരാം. ഏതാണ് ഓപ്ഷൻ നോക്കിയാൽ മതി. അത് അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ്, അതാണ് കുറച്ചുകൂടി നല്ലത്. ഈ ക്വസ്റ്റ്യന് നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം. ഫസ്റ്റ് നോക്കാം, 3x ഇൻറ്റു 3x മൈനസ് 5, അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ 3x ഈക്വൽ ടു 0, 3x മൈനസ് 5 ഈക്വൽ ടു 3x ഈക്വൽ ടു 0 ആണെങ്കിൽ x ഈക്വൽ ടു 0 ആയിരിക്കും. 3x ഈക്വൽ ടു 5 ആണ്, x ഈക്വൽ ടു 5/3 ആണ്. ഇതാണ് കുറച്ചുകൂടി നല്ലത്. 5/3 0 കൊടുത്തു. നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്ത് സാധാരണ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇതിനേക്കാൾ നല്ല മെത്തേഡ് അതാണ്. ഇത് മിസ്റ്റേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ നമുക്ക് 5/3 0 തന്നെ കിട്ടും നമുക്ക്. അതാണ് കുറച്ചും കൂടി നല്ല മെത്തേഡ്. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് one of the zeros of a quadratic polynomial k minus 1 whole square, that is -3, then the value of k. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സീറോ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു സീറോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? -3 ഒരു സീറോ ആണ്. -3 ഒരു സീറോ ആണെങ്കിൽ നമുക്ക് ആ വാല്യൂ തന്നിരിക്കുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് അത് കൊടുക്കുമ്പോൾ അത് 0 കിട്ടണം. എക്സിന് ആ വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ എക്സിന് ആ വാല്യൂ കൊടുത്ത് നോക്കിയാൽ k മൈനസ് 1 ഇൻറ്റു -3 സ്ക്വയർ പ്ലസ് k ഇൻറ്റു -3 പ്ലസ് 1, ഇതാണ് എൻ്റെ റൂള്. ആ 0 കൊടുത്താൽ 0 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന എന്താണോ അത് കൊടുത്താൽ, ആ ഇക്വേഷനിൽ എക്സിന് പകരം കൊടുത്താൽ ആ ഇക്വേഷൻ റൈറ്റ് ആൻസർ എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. അപ്പോൾ ആൻസർ ആയി. k മൈനസ് 1 ഇൻറ്റു 9 പ്ലസ് അല്ലെങ്കിൽ -3k അല്ലെ, -3k പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ 9k മൈനസ് 9 -3k പ്ലസ് 1 ഈക്വൽ ടു 0. ഇത് 6k ആണ്. -8 ഈക്വൽ ടു 0. 6k ഈക്വൽ ടു 8. k ഈക്വൽ ടു 8/6 ആണ്. 2 വെച്ച് കട്ട് ചെയ്യാം. 4/3 is the answer.
4/3 ആൻസർ ആണ്. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓക്കെ, ഇതാണ് അതിൻ്റെ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ തന്നിട്ടില്ല, വിട്ടുപോയിക്കാണ് തോന്നുന്നു. ദ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ ഹാവിംഗ് സീറോസ് -3 ആൻഡ് -4. രണ്ട് സീറോസ് ഉണ്ടെങ്കിൽ പോളിനോമിയൽ ഡിഗ്രി 2 ആയിരിക്കും. 3 സീറോ ഉണ്ടെങ്കിൽ പോളിനോമിയൽ ഡിഗ്രി 3 ആയിരിക്കും. അങ്ങനെ അത് പോവുക. ഒരു സീറോ ഉള്ളുവെങ്കിൽ പോളിനോമിയൽ ഡിഗ്രി 1 ആയിരിക്കും. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, 2 ആയിരിക്കും. ഓപ്ഷൻ 1. 2 സീറോ ഉള്ളെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും കേട്ടോ. ദാറ്റ് ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. If one of the zeros of the quadratic polynomial x² + 3x + k is given, then the value of k. ഒരു സീറോ തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് p of x. p of x equal to x² + 3x + k. 2 സീറോ ആണെങ്കിൽ p of 2 equal to 0 ആയിരിക്കും. അപ്പോൾ 2² + 3x അല്ലേ, 3 × 2 + k equal to 0. 4 + 6 + k equal to 0. 10 + k equal to 0. k equal to -10. -10 is the answer. -10 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The two polynomials are shown in the graph below. The number of distinct zeros of both the ഇത്തരം ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അത് എക്സ് ആക്സിൽ കട്ട് ചെയ്യണ പോയിന്റ്സിന്റെ എണ്ണം എടുത്താൽ മതി. അതാണ് സീറോസ്. എക്സ് ആക്സിൽ 2 സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇവിടെ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിൽ. അപ്പോൾ എത്ര സീറോസ് വരും? എക്സ് ആക്സിസ് മാത്രം നോക്കിയാൽ മതി. ബോത്ത് ദ പോളിനോമിയൽസ് കട്ട്സ് ദി എക്സ് ആക്സിസ് അറ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. സോ ദി നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓഫ് ബോത്ത് പോളിനോമിയൽ ഈസ് 2. ഇപ്പൊ ഇത് 3 സ്ഥലത്ത് കട്ട് ചെയ്താൽ എക്സ് ആക്സിലായിരിക്കണം കേട്ടോ, വൈ ആക്സിൽ പോലെ. എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. എക്സ് ആക്സിൽ കാരണം എക്സ് ആക്സിൽ y 0 വരും. എക്സ് ആക്സിൽ അത് അവിടെ 0 വരും. എക്സ് ആക്സിൽ y 0 ആയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഇപ്പൊ 2 സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓഫ് ബോത്ത് ദ പോളിനോമിയൽസ് ഈസ് 2 ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ, അതാണ് എൻ്റെ മെത്തേഡ്. അതാണ് ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കുന്ന രീതി ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസർഷൻ റീസൺ ടൈപ്പ് ആണോ. ഇഫ് ദ ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ ഇന്റർസെക്ട് ദ എക്സ് ആക്സിസ് അറ്റ് എക്സാക്ട് 2 പോയിന്റ്സ്, നമ്മളിപ്പോൾ പറഞ്ഞാണല്ലോ അല്ലേ, then the number of zeros of that polynomial is 2. No doubt, correct ആണ്. The number of zeros of a polynomial is equal to the number of points where the graph of the polynomial intersects x axis. അത് തീർച്ചയായിട്ടും റിലേറ്റഡ് ആണ്. ഇതും റിലേറ്റഡ് ആണ്. രണ്ടും കറക്റ്റ് ആണ്. ബോത്ത് അസർഷൻ ആൻഡ് എ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ എ. ഒരു സംശയവും ഇല്ല. നോ ഡൗട്ട്സ്. ഓക്കെ, അത് തന്നെയാണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the graph of a polynomial touches x-axis at only one point, then the polynomial cannot be a quadratic polynomial. അത് നമുക്ക് പറയാൻ പറ്റില്ല. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പറയാൻ പറ്റുമോ? ആവാം, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആവാം, പ്രശ്നമൊന്നുമില്ല. എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ഗ്രേറ്റർ ഹാറ്റ് മോസ്റ്റ് n സീറോസ്. അത് കറക്റ്റ് ആണ്. ഡിഗ്രി n ആണെങ്കിൽ n സീറോസ് എങ്കിലും ഉണ്ടാവണം, ഒരു സംശയമില്ല. അപ്പോൾ ആദ്യത്തേത് അസർഷൻ റോങ് ആണ്, റീസൺ കറക്റ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും? അസർഷൻ റോങ് ആണ്, റീസൺ കറക്റ്റ് ആണ്. എന്തായിരിക്കും ആൻസർ? ഒരു സംശയമില്ല. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The graph of phi equal to p of x is given for a polynomial p of x. The number of zeros of p of x from the graph is. അത് വളരെ ക്ലിയർ ആണ്. എത്രേൻ്റെ ആൻസർ? ഒരേ ഒരു പോയിന്റിൽ മാത്രം, എക്സ് ആക്സിൽ ഒരേ ഒരു പോയിന്റിൽ മാത്രം ജസ്റ്റ് ടച്ച് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും ആൻസർ? എത്ര പോയിന്റ്സിൽ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്നു അത്രയും സീറോസ് ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ടച്ച് ചെയ്യണം. ദ നമ്പർ ഓഫ് സീറോസ് ഓഫ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1. ഒരു സംശയമില്ല, 1 ഈസ് ദി ആൻസർ. അടുത്ത നോക്കാം.
ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫയും ബീറ്റയും അതിൻ്റെ സീറോസ് ആണ്, സീറോസ് ഓഫ് ദി പോളിനോമിയൽ. അപ്പൊ ഇവിടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫണ്ടമെന്റൽ സെറ്റ് ആണ് ബി എക്സ് പ്ലസ് സി. ആൽഫ ബീറ്റ സീറോസ് ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആണ്, ആൽഫ ബീറ്റ സി ബൈ എ ആണ്. ഫണ്ടമെന്റൽ റിസൾട്ട് ആണ് കേട്ടോ. ഇറ്റ് ഇസ് എ ഫണ്ടമെന്റൽ റിസൾട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ആൽഫ ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് എ ബൈ 1. കാരണം ഇവിടെ എ 1 ആണ്, ബി മൈനസ് എ ആണ്, സിയുടെ സ്ഥാനത്ത് മൈനസ് ബി ആണ്. അപ്പൊ ആൽഫ ബീറ്റ സി ബൈ ആണ്, അപ്പോ മൈനസ് ബി ബൈ 1 മൈനസ് ബി ആണ്, ഇത് എ ആണ്. ചോദിച്ചിരിക്കുന്നത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റയാണ്. ആൽഫ പ്ലസ് ബീറ്റ എ ആണ്, അത് മൈനസ് ബി ആണ്. ഒരു സംശയമില്ല, എ മൈനസ് ബി ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഒരു സംശയമില്ല, ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു തന്നിട്ടുണ്ട് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആൽഫ ബീറ്റ ദെൻ ദ വാല്യൂ ഓഫ് കെ ഈസ് ക്വാഡ്രാറ്റിക് ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൽഫ നേരത്തെ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 30 ബൈ കെ, ദറ്റ് ഈസ് 30 ബൈ കെ. ആൽഫ ബീറ്റ സി ബൈ ആണ്, 45 ബൈ കെ, ദറ്റ് ഈസ് 45. കാരണം ഇവിടെ എയുടെ സ്ഥാനത്ത് കെ ആണ്, ബിയുടെ സ്ഥാനത്ത് -30 ആണ്, സിയുടെ സ്ഥാനത്ത് 45 കെ ആണ്. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ മൈനസ് 30 ബൈ കെ, 30 ബൈ കെ. ആൽഫ ബീറ്റ സി ബൈ എ 45 ബൈ കെ. ഇതാണ് സംഭവം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ബീറ്റയാണ്. അതായത് 30 ബൈ കെ എന്ന് പറയാൻ 45 ആണ്. അപ്പോ 30 ബൈ 45 കെ ആണ്. അപ്പൊ കെ ഈസ് ഈക്വൽ ടു 15 വെച്ച് കട്ട് ചെയ്യാം, 2/3. കെ ഈസ് ഈക്വൽ ടു 2/3. ഇതാണ് അതിന്റെ ആൻസർ. കെ ഈസ് ഈക്വൽ ടു 2/3. ഒരു സംശയമില്ല, നോ ഡൗട്ട്, ദിസ് ഇസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ബീറ്റ ആർ ദി സീറോസ് ഓഫ് ദി പോളിനോമിയൽ ക്വാഡ്രാറ്റിക് തന്നിട്ടുണ്ട്. ആൽഫ പ്ലസ് ഇതുപോലെ ചെയ്യാം. ഇവിടെ ഇപ്പോ എ 3 ആണ്, ബി 6 ആണ്, സി കെ ആണ്. ആൽഫ പ്ലസ് ബീറ്റ അറിയാലോ, മൈനസ് ബി ബൈ എ ആണ് ഫോർമുല. ആൽഫ ബീറ്റ സി ബൈ ആണ്. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ -6/3 -2 ആണ്. ആൽഫ ബീറ്റ കെ ബൈ 3 ആണ്. ഇനി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ -2 പ്ലസ് കെ ബൈ 3 ഈക്വൽ ടു -2/3 ആണ്. ഇത് ഇങ്ങോട്ടേക്ക് എടുത്താൽ അപ്പോൾ കെ ബൈ 3 ഈക്വൽ ടു -2/3 പ്ലസ് 2 ആണ്. -2 പ്ലസ് 6/3 ദറ്റ് ഈസ് 4/3 എന്ന് വരും. കെ ബൈ 3 അപ്പോൾ 3 കൂടി കട്ടായി പോകും. കെ ഈക്വൽ ടു 4 ഈസ് ദി ആൻസർ. കെ ഈസ് ഈക്വൽ ടു 4 ഈസ് ദി ആൻസർ. ഇതാണ് എൻ്റെ മെത്തേഡ്. ദിസ് ഈസ് ദ മെത്തേഡ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്ത നോക്കാം. If the zeros of the polynomial ax square plus bx plus 2a by b are reciprocals of each other, then the value of b is. If the zeros, അപ്പോൾ ഒരു റൂട്ട് ആൽഫ ആണെങ്കിൽ ബീറ്റ അതിൻ്റെ റെസിപ്രോക്കൽ ആണ്. ഇതാണ് സംഭവം. ഇവിടെ ഇപ്പോൾ then the value of b ആണ് ചോദിച്ചത്. ഇവിടെ ഇപ്പോൾ ആൽഫ പ്ലസ് 1/ആൽഫ മൈനസ് ബി ബൈ എ ആണ്. ആൽഫ ഇൻറ്റു 1/ആൽഫ സി ബൈ എ അല്ലേ, 2a ബൈ ബി ബൈ എ ആണ്. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ആൽഫ കട്ടായി പോകും, ആൽഫ ക്യാൻസൽ ആവും.
അപ്പോൾ 2a ബൈ ബി ഇൻറ്റു 1/a. എ കട്ടായി പോയി, ക്രോസ് ചെയ്താൽ ബി ഈക്വൽ ടു 2 വരും. ബി ഈസ് ഈക്വൽ ടു, നമുക്ക് ബി ആണ് ചോദിച്ചാണ്, ഇതിൻ്റെ ഈ റിലേഷൻ്റെ ആവശ്യമില്ല, ഇതെടുത്താൽ മതി. ബി ഈസ് ഈക്വൽ ടു 2 ഈസ് ദി ആൻസർ. ഇതിൻ്റെ ആവശ്യമില്ല, ആൽഫ പ്ലസ് 1 ഞാൻ വെറുതെ എഴുതിയതാണ്, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ആൽഫ റെസിപ്രോക്കൽ ആണല്ലോ, അപ്പോൾ ആൽഫയും 1/α ആയിരിക്കും. ബീറ്റ ആൽഫയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ. ആൽഫ, അപ്പോൾ ആൽഫ ബീറ്റയാണ് C/A. ഇവിടെ ബീറ്റ 1/α ആണ്. സിയുടെ സ്ഥാനത്ത് 2a/bയും എയുടെ സ്ഥാനത്ത് എയും തന്നെയാണ്. 2a/b/a വരും. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു 2 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the sum of zeros of the polynomial, then the values sum of zeros of alpha plus beta ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a ആണ് ശരിക്കുള്ള ഫോർമുല. ഇതാണ് സം ഓഫ് ദി സീറോസ് ഓഫ് ദി പോളിനോമിയൽ. ആൽഫയും ബീറ്റയാണ് സീറോസ് എങ്കിൽ സം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -k√2/2 ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു k√2/2 ആണ്. ഇനി ആൽഫ ബീറ്റ എന്താണ്? ആൽഫ ബീറ്റ C/A ആണ്. ആൽഫ ബീറ്റ സി എത്രയാണ്? 1/2 ആണ്. ആൽഫ ബീറ്റ, if the sum of the polynomial, sum of zeros of the polynomial, ഇത് റൂട്ട് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് ഈസ് റൂട്ട്, ഇതിന്റെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് k കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ k√2 ഈക്വൽ ടു 2√2 കട്ടായി പോയി. k ഈസ് ഈക്വൽ ടു 2 ഈസ് ദി ആൻസർ. k ഈസ് ഈക്വൽ ടു 2 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the sum of zeros of the polynomial, നമ്മൾ ചെയ്യുന്നല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. If the zeros of the polynomial x² plus twice the zeros of the polynomial, the value, if the zeros of the polynomial x² plus ps plus q are twice the zeros of the polynomial, അതിൻ്റെ twice ആണ്. ഓക്കെ, അപ്പോൾ x² plus ps plus q അതിൻ്റെ സീറോസ് നമുക്ക് ആൽഫ ബീറ്റ ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ സീറോസ് നമുക്ക് ആൽഫയും ബീറ്റയും ആണെന്ന് അസ്യൂം ചെയ്യാം. ആൽഫ, അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ കിട്ടും. ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ -p ആണ്, ആൽഫ ബീറ്റ ക്യൂമാണെന്ന് കിട്ടും. ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ചതാണ്. ഇനി വേറൊരു ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ടല്ലോ. 4x² മൈനസ് 5x മൈനസ് 6. 4x² മൈനസ് 5x മൈനസ് 6. അത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം നമുക്കത്. ഇവിടെ നമുക്ക് 4x² മൈനസ് 8x പ്ലസ് 3x മൈനസ് 6 രണ്ട് നമ്പേഴ്സ് വിചാരിക്കാം. ആ രണ്ടെണ്ണത്തിൻ്റെ സം നെഗറ്റീവ് വാല്യൂസ് കിട്ടണം. അപ്പോൾ -8x പ്ലസ് 3x എടുത്താൽ മതി. ഇവിടെ നമുക്ക് കോൺഫാക്ടർ ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നമുക്ക് 4x കോൺഫാക്ടർ കിട്ടും, x -2 എന്ന് കിട്ടും. 3 കോമൺ ഫാക്ടർ x -2 എന്ന് കിട്ടും. അപ്പോൾ x -2 വീണ്ടും കോൺഫാക്ടർ ആണ്, 4x പ്ലസ് 3 എന്ന് കിട്ടും. അപ്പോൾ x -2 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം, 4x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം, x ഈക്വൽ ടു 2 എന്ന് കിട്ടും, x ഈക്വൽ ടു -3/4 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ സീറോസ് എന്ന് പറഞ്ഞാൽ. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സീറോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതാണ്, ബട്ട് ട്വൈസ് ദ സീറോസ് ഓഫ് പി ഓഫ് എക്സ്, സീറോസ് ഓഫ് x² പ്ലസ് ps പ്ലസ് q ആണ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇതിൻ്റെ ഇരട്ടിയാവും, ട്വൈസ് ആണല്ലോ. ആൽഫ ഈസ് ഈക്വൽ ടു 4 ആവും. ഇനി ബീറ്റ -3/4ൻ്റെ ഇരട്ടി വരും. ബീറ്റ എത്ര വരും? 2 ടൈംസ് -3/4. അത് -3/2 വരും. അത് -3/2 വരും. അപ്പോൾ ആൽഫ പ്ലസ് പി ആണ് ചോദിച്ചത്. ആൽഫ പ്ലസ് ബീറ്റ -p ആണെങ്കിൽ പി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റയാണ്. നെഗറ്റീവ് പ്രത്യേകം എടുത്താൽ മതി. -4 പ്ലസ് മൈനസ്, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
മൈനസ് ഓഫ് ഇത് എത്ര വരും 8 മൈനസ് 3/2 ദാറ്റ് ഈസ് മൈനസ് 5/2. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഇതൊക്കെ എസ് എ ക്വസ്റ്റിൽ വരുന്നതാണ്. മൈനസ് 5/2 ഈസ് ദി ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കണം. ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കുന്നത് ഫാക്ടറൈസ് ചെയ്താൽ മതിയല്ലോ അല്ലേ. രണ്ട് നമ്പേഴ്സ് അസ്യൂം ചെയ്യുക, അതിന്റെ സം -5 കിട്ടണം കേട്ടോ. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആവണം. ഇത് അങ്ങനെ കിട്ടാവുന്ന രീതി നിങ്ങൾക്ക് അറിയാലോ, പഠിച്ചിട്ടുണ്ടത്. ക്വാഡ്രാറ്റിക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്, 8ലും 9ലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദി പോളിനോമിയൽ, ദെൻ ദ വാല്യൂ ഓഫ് കെ. ഇവിടെ ഇപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് 30/k ആണ്. ആൽഫ ബീറ്റ 45k/k ആണ്. ഇനി ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും ഈക്വൽ ആണ്. 30/k = 45. k കട്ടായി പോയി. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 30/45 = k ആണ്. k = 2/3. k = 2/3. ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the sum and product of zeros of the quadratic polynomial തന്നിട്ടുണ്ട്, then a quadratic polynomial is, അതായത് ഇവിടെ തന്നിരിക്കുന്നത് സം ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ആണ് 2√3. ആൽഫ ബീറ്റ 3 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്തായിരിക്കും? അപ്പോൾ ഫോർമുല ഉണ്ട് അതിന്, x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതാണ് ഫോർമുല, ഫണ്ടമെന്റൽ ഫോർമുല കേട്ടോ. ഇവിടെ മൈനസ് തന്നെയാണ്, പ്ലസ് അല്ല. അപ്പോൾ ആൽഫയും ബീറ്റയുമാണ് റൂട്ട്സ്, ആൽഫയും ബീറ്റയുമാണ് സീറോസ് എങ്കിൽ കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഫണ്ടമെന്റൽ ഫോർമുല. സോ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ തന്നിട്ടുണ്ട് 2√3 x പ്ലസ് 3 = 0. x² മൈനസ് 2√3 x പ്ലസ് 3 = 0 എന്ന് പറഞ്ഞാൽ x മൈനസ് √3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. x² മൈനസ് 2b 2x 2√3x പ്ലസ് √3². യെസ്, ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻസ് കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കി അവർ, ഓപ്ഷൻസ് കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കി കണ്ടോ. ഇതിലൊന്നും ആൻസേഴ്സ് ഇല്ല. നമുക്ക് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ ഇത് പ്ലസ് ഇത് മൈനസ് ആണ്, നമുക്കിത് മൈനസ് ഇത് പ്ലസ് ആണ്, പിന്നത്തെ രണ്ടും മൈനസ് ആണ്, പിന്നെ ഇത് രണ്ടും പ്ലസ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ ഓപ്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചോളാം. അത് x മൈനസ് √3 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, x മൈനസ് √3 ഹോൾ സ്ക്വയർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് സംഭവം നമ്മൾ ഇത്രയും ചെയ്തിട്ട് വന്നിട്ടും ഓപ്ഷൻസ് കിട്ടാനായിട്ട് വീണ്ടും കുറച്ചും കൂടി പണിപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നല്ല ഓപ്ഷനാണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 1 ഓഫ് ദ പോളിനോമിയൽ തന്നിട്ടുണ്ട് ഈസ് റെസിപ്രോക്കൽ ഓഫ് ദി അതർ, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ. അപ്പോൾ ഒന്ന് ആൽഫയാണെങ്കിൽ മറ്റേത് 1/α ആണ്, റെസിപ്രോക്കൽ. ഇതാണ് ബീറ്റ, 1/α ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ 37/6 ആണ് നെഗറ്റീവ്. ആൽഫ ബീറ്റ മൈനസ് കെ മൈനസ് 2/6 ആണ്. അത് വേണമെങ്കിൽ നമുക്ക് -2 പ്ലസ് 2 മൈനസ് കെ എന്ന് എഴുതാം. 2 മൈനസ് കെ ബൈ 6 എഴുതാം. മൈനസ് മൈനസ് പ്ലസ് 2 ആവും. കെ ബൈ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ ആണ്. ആൽഫ പ്ലസ് ബീറ്റ -37/6 ആണ് തന്നിരിക്കുന്നത്. 10 ഓഫ് ദി, ഇഫ് 10 ഓഫ് ദി പോളിനോമിയൽ ഈസ് റെസിപ്രോക്കൽ ഓഫ് ദി അതർ. അപ്പോൾ ആൽഫ പ്ലസ് 1/α ആണ് -37/6. ആൽഫ ഇൻറ്റു 1/α ആണ് 2 മൈനസ് കെ ബൈ 6. ഇവിടെ ഇതിന്റെ ആവശ്യമില്ല, നേരത്തെ നമ്മൾ ചെയ്തു, ആൽഫ കട്ടായി പോയി. അപ്പോൾ 1 = 2 മൈനസ് കെ ബൈ 6 ആണ്. ദിസ് ഇംപ്ലൈസ് 6 = 2 മൈനസ് കെ. അപ്പോൾ കെ = -4. കെ -4 ആണ്. യെസ്, ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. കെ ഈസ് ഈക്വൽ ടു -4.
ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇവിടെ ഇപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എ ആണ്, ആൽഫ ബീറ്റ മൈനസ് ബി ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് ചോദിച്ചത്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഏത് ഫോർമുലയാണ്? ഐഡന്റിറ്റി. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ കാണാൻ ഇത് ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മൈനസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2b. എ സ്ക്വയർ മൈനസ് മൈനസ് പ്ലസ് എ സ്ക്വയർ പ്ലസ് 2b. നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ദാറ്റ് ഈസ് ദ ആൻസർ. എ സ്ക്വയർ പ്ലസ് 2b ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് പോളിനോമിയൽസ് ഹാവിംഗ് സീറോസ് -3 and 5. Number of zeros of the polynomial -3 and 5 is. അപ്പോൾ രണ്ട് സീറോസ് ആണ് ഇവിടെ. The quadratic polynomial having zeros alpha and beta can be obtained by. അപ്പോൾ ഫോർമുല ഇതാണല്ലോ, ആൽഫ ബീറ്റ ആണ് സീറോസ് എങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ്, ഇതാണ് കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു കെ വരാം, അതൊരു കെ വരാം. കെ ഈസ് എനി കോൺസ്റ്റന്റ്. കെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കെ ക്യാൻ ബി 1 എന്തുകൊണ്ടിലാവാം, കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ആൽഫ പ്ലസ് ബീറ്റ എത്ര വരും? ഇതാണ് ആൽഫ, ഇത് ബീറ്റയാണ്. അപ്പോൾ 2x, ഇവിടെ -15 എന്ന് വരും. കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x -15 എന്ന് വരും. ആർ ദി പോളിനോമിയൽ ഹാവിംഗ് സീറോസ് -3 and 5 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ വന്നാൽ എക്സ് സ്ക്വയർ കെ ക്യാൻ ബി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കെക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും വരാം, ഏത് റിയൽ നമ്പർ വേണമെങ്കിലും വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഫൈനൈറ്റ് വരും. ദ നമ്പർ ഓഫ് പോളിനോമിയൽസ് ഹാവിംഗ് സീറോസ് -3 ഇൻഫൈനൈറ്റ് വരും. കെക്ക് ഏത് റിയൽ നമ്പേഴ്സ് വേണമെങ്കിലും വരാം. അപ്പോൾ ഇൻഫൈനൈറ്റ് അത്രയും കേസസ് വരും കേട്ടോ, ഇൻഫൈനൈറ്റ് വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. If alpha beta are the zeros of the polynomial. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൽഫ ബീറ്റ ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ -1 ആണ്, ആൽഫ ബീറ്റ 1 ആണ്. സോ 1 ആൽഫ പ്ലസ് 1 ബീറ്റ. LCM ആൽഫ ബീറ്റ ആണ്, മുകളിൽ ആൽഫ പ്ലസ് ബീറ്റ തന്നെ വരും. അപ്പോൾ -1/1, -1 is the answer. -1 is the answer. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? -1 is the answer. അടുത്തത് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ, സോറി ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അതേ വിട്ടുപോയിട്ട്. നെഗറ്റീവ് +1, നോട്ട് ദിസ്. +1 is the answer. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ബീറ്റ ആർ സീറോസ് ഓഫ് ദി പോളിനോമിയൽ, ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ. ഇവിടെ ഇപ്പോൾ പി ഓഫ് എക്സ് എന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 0x -1 എന്നാണ്. നടുക്കത്തെ മിസ്സിംഗ് ആണ്. അപ്പോൾ A is equal to 1, B equal to 0, C equal to -1 ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ആണ്. അപ്പോൾ -0/1, 0 ആൻസർ. ഓപ്ഷൻ 4 is the answer. 0 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ -3/4, 3/4 ആണ്. ആൽഫ ബീറ്റ -7/4 ആണ്. 1 ആൽഫ പ്ലസ് 1 ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റയാണ്.
അപ്പോൾ 3/4 -7/4 ആണ്. 4 കട്ടായി പോവും. -3/7. Option 4 is the option D is the answer. Option D is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A car moves on a highway. The path it traces is given below. What is the shape of the curve? E, F, G. What is the shape of the curve? E, F, G. What is the shape of the curve? E, F, G. E, F, G എന്ന് പറയുമ്പോൾ എവിടെ വരും? ക്ലിയർ ആണെന്നില്ല. A, B, C, D. This is C. This is E. E, F, G. Parabola. Correct. ഒന്നും പറയണ്ട. E, F, G. That is parabolic shape. Parabola. Parabola is the answer. ഒരു ഡൗട്ടും ഇല്ല. പരാബോള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A car moves on a highway. The path it traces is given below. Given below. If the curve ABC is represented by the polynomial minus of x square plus 4x plus, then its zeros are. Then its zeros are. എന്തായിരിക്കും? ABC. ABC ഇവിടെയാണ്. This is ABC കണ്ടോ. Zeros are. എന്തായിരിക്കും? Zeros are. ഇത് ഫാക്ടറൈസ് ചെയ്താൽ മതി. എക്സ് ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് വരും? ദിസ് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 എക്സ് ഇസ് ഈക്വൽ ടു -1 എക്സ് ഇസ് ഈക്വൽ ടു -3 എക്സ് ഇസ് ഈക്വൽ ടു -1 എക്സ് ഇസ് ഈക്വൽ ടു -3. ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി. നെഗറ്റീവ്. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A car moves on a highway. The path it traces is given below. If the path traced by the car has zeros -1 and 2, then it's given equation. അത് -1 -2 ആണെങ്കിൽ x ഈക്വൽ ടു -1 ഉം x ഈക്വൽ ടു 2 വരെ സീറോസ്. അപ്പോൾ ഇത് x പ്ലസ് 1 വരും. ഇവിടെ x -2 വരും. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. x പ്ലസ് ആണ് മെത്തേഡ്. x -2 അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഈ ഇതിൽ -1 ഉം 2 കൊടുക്കുമ്പോൾ 0 വരെ നോക്കി എടുത്താലും മതി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് -2 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് എക്സ് -2 ഈക്വൽ ടു 0. അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ -1 ഉം 2 ഉം കൊടുത്താൽ ഏത് ഇക്വേഷനിലാണ് 0 വരുന്നത് നോക്കിയാൽ മതി. അങ്ങനെയും ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A car moves on a highway. The path is traced given below. The number of zeros of the polynomial representing the whole curve is. Whole curve എത്ര സ്ഥലത്ത് കട്ട് ചെയ്യണമെന്ന് നോക്കിയാൽ മതി. എത്ര സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ട്? 1 2 എക്സ് ആക്സിലാണ് കേട്ടോ. 3 4 എക്സ് ആക്സിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എക്സ് ആക്സിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ. സോ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ മൂവ്സ് ഓൺ എ ഹൈവേ. ദ പാത്ത് ഇറ്റ് ട്രേസസ്. ഇത് എപ്പോഴും ചോദിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് കേട്ടോ. എ കാർ മൂവ്സ് ഓൺ എ ഹൈവേ. ദ പാത്ത് ഇറ്റ് ട്രേസസ് ഇസ് ഗിവൺ ബിലോ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സി ആൻഡ് ജി. ഇതാണ് സി. എ ബി സി ഡി ഇ എഫ് ജി. ഇവിടെയാണ് ജി വരിക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമുക്ക് അത് അവിടെ ക്ലിയർ അല്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 6 ആൻഡ് ജി എത്ര പോകാൻ? ഇവിടെ നിന്ന് ഇത് 0 1 2 3 4 ഇത് 4 ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ തോന്നുന്നു. ഇത് ഇവിടെ നിന്ന് ഇവിടെ 5 ആണ്. 5 + 1 6 യൂണിറ്റ്സ് വരും. അപ്പോൾ 6 യൂണിറ്റ്സ്. ഫിഗർ ഷാർപ്പല്ല, ഇത്തിരി ഫെയ്ഡാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് 5 യൂണിറ്റും ഇത് 1 യൂണിറ്റും ആണെന്ന് വിചാരിച്ചാൽ 5 + 1 6 ആണ് കേട്ടോ. 6 ഈസ് ദി ആൻസർ. 6 ഈസ് ദി ആൻസർ. ഓക്കെ.
എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വിത്ത് ദ സം ഓഫ് ടു സീറോസ് നെഗറ്റീവ് ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഇസ് 6. അപ്പോൾ ഒരു സംശയമില്ല. ഫോർമുല എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ്. ഇതാണ് ഫോർമുല. ദിസ് ഇസ് ദ ഫോർമുല. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ടു സീറോസ്, അപ്പോൾ നെഗറ്റീവ് 5 എക്സ് പ്ലസ് പ്രോഡക്റ്റ് 6 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x plus 6 equal to 0. X square, option 1 is the answer. X square plus 5x plus 6 is equal to 0. The graph of a quadratic polynomial P of x passes through the points. The zeros of the polynomials are x coordinates എടുത്താൽ മതി. മൈനസ് എക്സിന് 0 വരും, y 0 ആയിരിക്കണമല്ലോ. അപ്പോൾ ഇത് വരും, ഇത് ഓക്കെയോ? ഇത് പറ്റില്ല, ഇത് പറ്റില്ല. -6 0. -6 0 is the answer. -6 0 കേട്ടോ, ഒരു പോയിന്റ് ഉള്ളൂ. -6 0 is the answer. എക്സിന് x 0 ആവാൻ പാടില്ല, എക്സ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, y 0 ആവാൻ വേണം. അതാണ് സീറോസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഇസ് എ മെത്തേഡ്. Which of the following could be the graph of the polynomial? Which of the following graph of the polynomial? എന്തായാലും ക്യൂബിക് ഡിഗ്രി ആണ്. ക്യൂബിക് ഡിഗ്രി ക്യൂബിക് ഡിഗ്രി ആണ്. ക്യൂബിക് ഡിഗ്രി ആകുമ്പോൾ ക്യൂബിക് ഡിഗ്രിയുടെ ഇക്വേഷൻ എക്സ് ഇവിടെ സീറോസ് നോക്കാം. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 വരും, എക്സ് ഈക്വൽ ടു -2 വരും. അപ്പോൾ ഏതായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു -2, എക്സ് ഈസ് ഈക്വൽ ടു 1. അല്ലേ, ഇവിടെയാണ് -2 വരിക, ഇവിടെയാണ്. അപ്പോൾ ഇതാണ് ആൻസർ. എക്സ് ഈക്വൽ ടു -2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, കണ്ടോ, 0 1 -2, ഇത് 1. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ദാറ്റ് ഇസ് ദ മെത്തേഡ്. ഇവിടെ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സ് ഈസ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു -2, എക്സ് ഈസ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു -2. ഇതാണ് ഗ്രാഫ്. ഓക്കെ, the given linear polynomial y equal to f of x has. The given linear polynomial y equal to f of x has. എത്ര സീറോ ഉണ്ടെന്ന് പറയണം. ഇവിടെ ഇപ്പോൾ എവിടെ കട്ട് ചെയ്യുന്നത്? ഇവിടെ 3 0 കട്ട് ചെയ്യുന്നുണ്ട്, 3 0 കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ആൻസർ വരിക? അത് മാത്രമേ കട്ട് ചെയ്യണുള്ളൂ. 1 0 and the 0 is 3. 1 0 and the 0 is 3. That is the answer. 1 0 and the 0 is 3. ത്രീ 0 കണ്ടോ, അങ്ങനെ ആൻസറോട് കൊടുത്തിട്ടുണ്ട് 3 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹാവിംഗ് സീറോസ്. ഇത് നമുക്ക് സം -√5/2 പ്ലസ് √5/2 റൂട്ട് ഹോൾ റൂട്ട് ആണ്, ദാറ്റ് ഈസ് 0. പ്രോഡക്റ്റ് -√5/2 ഇൻറ്റു √5/2 -5/2. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് സം 0x മൈനസ് √5/2 ഈക്വൽ ടു 0. അപ്പോൾ 2x സ്ക്വയർ, അതല്ല അല്ലെങ്കിൽ ആ ഇക്വേഷൻ കണ്ടുപിടിച്ചാലും മതി. ഇത് കിട്ടുന്ന നോക്കി എടുത്താൽ മതി. ഇത് കിട്ടുന്നത് നോക്കി എടുത്താൽ മതി.
അതാണ് കുറച്ചും കൂടി നല്ല മെത്തേഡ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത്. എന്തായാലും ഇത് വരില്ല, ഇതോ വരുള്ളൂ. കാരണം ബി 0 ആണല്ലോ, സം 0 ആണ്. 8x² - 20 = 0 കൊടുത്താൽ 8x² = 20, x² = 20/8 എന്ന് വരും. ചെറുതാക്കിയാൽ 4 വെച്ച് 5/2 എന്ന് വരും. x = ±√5/2. യെസ്, ഒരു സംശയമില്ല, ഇത് തന്നെയാണ് അതിന്റെ ആൻസർ. ദിസ് ഇസ് ദ ആൻസർ. ദിസ് ഇസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ f of x. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ 2/p ആണ്. ആൽഫ ബീറ്റ 3p/p ആണ്. ദാറ്റ് ഈസ് 3. ആൽഫ പ്ലസ് ബീറ്റ എന്ന് തന്നിട്ടുണ്ട്. 2/p = 3 ആണ്. 2/3 = p ആണ്. യെസ്, നമ്മളപ്പോൾ പോളിനോമിയൽസ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം ബോർഡ് എക്സാമിനേഷന് ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ചോദിക്കാനില്ല. ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, ഒരു സംശയമില്ല കാര്യത്തിൽ. ഒരുപാട് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.